മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രകടനം നടത്തി. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് ലക്ഷങ്ങൾ കവർന്നു. L&T ഫൈനാൻസിലാണ് കവർച്ച നടന്നത്. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിലും മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ചൊവ്വാഴ്ച റംസാൻ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടുമാണ് മാസപ്പിറവി ദൃശ്യമായത്. ഇനിയുള്ള ഒരു മാസക്കാലം പ്രാർത്ഥനാ നിരതമാകും ഓരോ വിശ്വാസിയുടെയും ജീവിതം. വിശ്വാസികളുടെ മനസ്സും വീടും ഇനി ഖുർആൻ പാരായണത്തിന്റെ പ്രാർത്ഥനയുടെ വിശുദ്ധിയാൽ നിറയും. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ബാലസുന്ദരനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒറ്റപ്പാലം സ്വദേശി അനിൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാവിലെയാണ് ആക്രമണമുണ്ടായത്. കേബിൾ വിതരണത്തിലെ പ്ലാറ്റ്ഫോം മാറിയതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബാലസുന്ദരൻ പറഞ്ഞു. ഒറ്റപ്പാലം കൂനത്തറയിൽ COA ചേലക്കര മേഖല ഓപ്പറേറ്റർ ബാലസുന്ദരനെ വീട് കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുളപ്പുള്ളി STV ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം COA ജില്ലാ സെക്രട്ടറി P. ആന്റണി ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്ന് COA ജില്ലാ സെക്രട്ടറി P. ആന്റണി പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VP മധു, ജില്ലാ കമ്മിറ്റി അംഗം ബിജു, COA ചേലക്കര മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം, മേഖലാ സെക്രട്ടറി KV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. COA വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേബിൾ TV ടെക്നീഷ്യന്മാരും പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു. കേവലം ഒരു ഹെഡ്ഡന്റ് ഇട്ട് ആ ഹെഡ്ഡന്റിന്റെ കീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല നമ്മളിന്ന്. ഏറെ കാലമായിട്ട് ഇവിടെയുള്ള ഓപ്പറേറ്റർമാരെ നിരന്തരം പീഡിപ്പിക്കുന്ന നിലപാടാണ് ശ്രീ അനിൽ സ്വീകരിച്ചു കൊണ്ടുപോരുന്നത്. ഓപ്പറേറ്റർമാരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേസിൽപ്പെടുത്തുന്നതിന് പുറമെ ഭീഷണിപ്പെടുത്തുന്നതിന് പുറമെ കയ്യേറ്റം ചെയ്യും നടുറോട്ടിലെന്ന് കാര്യമായിട്ടുള്ള ഒരു ആളെ അങ്ങോട്ട് വല്ലാതാക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് അനിൽകുമാർ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ബാലസുബ്രഹ്മണ്യത്തിനെതിരെയുള്ള ഈ ആക്രമണം അതൊരു ഒറ്റപ്പെട്ട ആക്രമണമായിട്ട് സംഘടന കാണുന്നില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പല ഓപ്പറേറ്റർമാരും ഈ തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. അടിച്ചിൽ തൊട്ടി കോളനിയിലെ 42 വയസ്സുള്ള തമ്പാനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി കോളനിക്ക് സമീപത്ത് റോഡിൽ വെച്ചായിരുന്നു ആക്രമണം. മലക്കപ്പാറയിൽ നിന്നും അടിച്ചിൽ തൊട്ടി കോളനിയിലേക്ക് റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. രാവിലെയാണ് അവശനിലയിൽ തമ്പാനെ കണ്ടെത്തിയത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തമ്പാനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. കുണ്ടായി കൊല്ലേരി കുഞ്ഞുമുഹമ്മദിന്റെ പശുവിനെയാണ് പുലി കൊന്നത്. 2 ആഴ്ച മുൻപ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിനെയാണ് വീണ്ടും പുലി പിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ വെള്ളം കൊടുക്കാനെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പശുവിനെ ആക്രമിച്ചത് പുലിയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്നു. പടിഞ്ഞാറേനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ
എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ ഹെൽമറ്റ് ധരിച്ച് ബാഗുമായി എത്തിയ മോഷ്ടാവ് വാതിൽ തള്ളി തുറന്ന് അകത്ത് കിടക്കുന്നതും ലോക്കറിൽ നിന്ന് പണം എടുത്ത് തിരിച്ചു പോകുന്നതുമായ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വനിതകൾക്ക് മൈക്രോ ഫിനാൻസ് വഴി പണം വായ്പ നൽകുന്ന സ്ഥാപനമാണിത്. വെള്ളിയാഴ്ച മുതലുള്ള 3 ദിവസത്തെ കളക്ഷനാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിൽ മോഷണം. പണവും ശീതളപാനീയവും കോഴിമുട്ടയും കവർന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിൽ മേത്തല സോണൽ ഓഫീസ് പരിസരത്ത് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഊട്ടുപുര ജനകീയ ഹോട്ടലിലാണ് കവർച്ച നടന്നത്. സ്ഥാപനത്തിന്റെ താഴ് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1000-ഓളം രൂപയും ഫ്രിഡ്ജിലുണ്ടായിരുന്ന ശീതളപാനീയ കുപ്പികളും കോഴിമുട്ടയും കവരുകയായിരുന്നു. എല്ലാം തൂത്തുവാരുമെന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനങ്ങളിൽ BJP പുതിയ മുന്നണികളും ചാക്കിട്ടുപിടുത്തവും നടത്തുന്നതെന്ന് മന്ത്രി P. രാജീവ്. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒറ്റ സ്ഥാനാർത്ഥി വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, KC വർഗീസ്, വേണു വെണ്ണറ, ജോർജ് നെല്ലിശ്ശേരി, ബിനിൽ പ്രതാപ്, ജോസ് കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ 2 കിലോ കഞ്ചാവുമായി യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തുമ്പൂർ തൃപ്പേക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ ജോയൽ ആണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നിരുന്ന ഇയാളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, PK സേതാലിക്കുട്ടി, K മോഹൻദാസ്, C സുമേഷ്, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, LDF നേതാക്കളായ CN ജയദേവൻ, MK കണ്ണൻ, AB വല്ലഭൻ, അജി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം ആരംഭിച്ചു. ആരാധനാലയങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സന്ദർശനം നടത്തിയ K. രാധാകൃഷ്ണനെ വികാരി ഫാദർ ജോഷി ആളൂർ, നടത്ത് കൈക്കാരൻ CK ജോർജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിയിൽ സന്ദർശനം നടത്തി. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ, KM മുഹമ്മദ് കുട്ടി, AP സിദ്ദിഖ് എന്നിവർ സ്വീകരിച്ചു. AC മൊയ്തീൻ MLA, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ഡോക്ടർ KD ബാഹുലയൻ, MN സത്യൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. BJP തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോയ്ക്ക് അന്തിക്കാട് സ്വീകരണം നൽകി. നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ നടന്നത്. മറ്റ് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വന്നവരെ സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്ര അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൈക്കാവ്, പൂർണിമ സുരേഷ്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, സെക്രട്ടറി ഗോകുൽ കരിപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ നേടിയ കേരളത്തിലെ ജനതയാണ് നമ്മൾ. കുരുത്തോലയിൽ 3 അടി വലിപ്പമുള്ള സുരേഷ് ഗോപിയുടെ ചിത്രമൊരുക്കി അന്തിക്കാട് സ്വദേശി അരുൺകുമാർ ആറ്റുപുറത്ത് 5 മണിക്കൂർ സമയമെടുത്ത് 10 കുരുത്തോലകൾ കൊണ്ടാണ് ചിത്രം ഒരുക്കിയത്. അന്തിക്കാട് നടന്ന റോഡ് ഷോ സമാപനത്തിനിടെ സുരേഷ് ഗോപിക്ക് ചിത്രം കൈമാറി. കുരുത്തോല കൊണ്ട് മനോഹര രൂപങ്ങൾ ഒരുക്കുന്നതിൽ വിദഗ്ധനാണ് വാദ്യകലാകാരൻ കൂടിയായ അരുൺകുമാർ.
LDF നാട്ടിക നിയോജകമണ്ഡലം കൺവെൻഷൻ താന്യത്ത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ, MK കണ്ണൻ, CPI സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, CC മുകുന്ദൻ MLA, KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. നാട്ടിക നിയോജകമണ്ഡലത്തിലെ പര്യടന പരിപാടികൾക്ക് UDF തുടക്കം കുറിച്ചു. തുടർന്ന് K മുരളീധരൻ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെത്തി വികാരിയെ സന്ദർശിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, VR വിജയൻ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് പന്നിത്തടം സെന്ററിൽ സ്വീകരണം നൽകി. പന്നിത്തടം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുന്നംകുളം അസംബ്ലി മണ്ഡലം സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കോളന്നൂർ, TP ജോസഫ്, ES മുരളി, സബീൽ തങ്ങൾ, ഷംസുദ്ദീൻ കാരെങ്കിൽ, KB ബച്ചീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ പാലത്തിന് സമീപം അപകട പരമ്പര. കാറുകളും ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. തൃത്തല സ്വദേശികളായ ശ്രീധരൻ, ദാക്ഷായണി, പത്മാവതി, കോഴിക്കോട് സ്വദേശിയായ യാസിൻ എന്നിവരെ കണിപ്പയ്യൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പുന്നിയൂർ സ്വദേശികളായ നന്ദന, ഉനൈസ്, ഉസ്മാൻ, ഖദീജ, മുസ്തഫ എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 2 കാറുകളും ലോറി, ബസ് എന്നിവയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ മറ്റൊരു അപകടത്തെ തുടർന്ന് മേഖലയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാർഷിക ഗ്രാമമായ കുഴൂരിൽ വെള്ളമില്ലാതെ പാടശേഖരം വർഷങ്ങളായി പുല്ലുമൂടി തരിച്ചു കിടക്കുന്നു. കുഴൂരിലെ 80 ഏക്കറോളം വരുന്ന ബുധനാട്ട് പാടശേഖരമാണ് തരിച്ചു കിടക്കുന്നത്. 4 വർഷം മുൻപ് ഏതാനും യുവാക്കൾ ചേർന്ന് പാടശേഖരത്തിന്റെ ഒരു ഭാഗം കൃഷി ഇറക്കിയെങ്കിലും വെള്ളം കിട്ടാതെ നശിക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു. പാടശേഖരത്തിലെ തോടുകൾ ഏറെക്കുറെ കയ്യേറി ഇല്ലാതായ നിലയിലാണ്. എരവത്തൂർ ചിറയിൽ നിന്ന് കണ്ണിയൻകാട്ടിൽ കുളത്തിൽ വെള്ളമെത്തിച്ച് തോടുകളിലൂടെ പാടശേഖരത്തിൽ വെള്ളമെത്തിച്ചാൽ മാത്രമേ കൃഷി സാധ്യമാകൂ. പാടശേഖരം വറ്റിയതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തെയും ജലനിരപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. ജലവിധാനത്തെ ബാധിച്ചതിനൊപ്പം ചില കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിട്ടുണ്ട്. പുതനാട്ട് പാടശേഖരത്തിൽ കൃഷിയിറക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി കയ്യേറ്റങ്ങളെ കണ്ടെത്താൻ സർവേ നടത്തുന്നതിന് കുഴൂർ പഞ്ചായത്ത് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. കുഴൂരിൽ തരിച്ചു കിടക്കുന്ന പാടശേഖരം കൃഷിക്കൊരുക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. തൃത്തല്ലൂരിൽ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം വൃത്തിഹീനമായതുമൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 7ാം വാർഡിലെ ദേവീനഗർ നിവാസികളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമടക്കം 250ഓളം തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തിഹീനമായി തുടരുന്നത്. അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന് തങ്ങളുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ശിവാലയ എന്ന കമ്പനിയുടെ യാർഡാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മുഖേന നമുക്കുണ്ടാകുന്ന ദോഷഫലങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നുള്ളത്. ഒരു ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബംഗാളികൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. കാലക്രമേണ അത് എംസാൻഡായി, അതുപോലെ മെറ്റലായി, മെറ്റൽ ക്രഷറായി, ടാറ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള ചില സാങ്കേതിക കാരണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് കവിയും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ തെരഞ്ഞെടുത്തു. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്താനത്തിന്റെ ജന്മദിനമായ ബുധനാഴ്ച വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിനും ആത്മീയ പരിപോഷണത്തിനും നൽകിയ സമഗ്ര സംഭാവനയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ VK വിജയൻ, KV രാമകൃഷ്ണൻ, ഡോക്ടർ R ശ്രീലതാവർമ്മ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ പേര് ശുപാർശ ചെയ്തത്. തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗം ഏകകണ്ഠമായി ഇത് അംഗീകരിക്കുകയായിരുന്നു.
കിണർ റീചാർജിങ്ങിലൂടെ കുടിവെള്ള വിതരണവും കാർഷികാവശ്യങ്ങൾക്കായുള്ള ജലലഭ്യതയും ഉറപ്പാക്കുന്ന കോട്ടക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് 75 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര കാർഷിക പുരോഗതി ലക്ഷ്യമിടുന്ന പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായാണ് കോട്ടക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് തുക അനുവദിച്ചതെന്നും മന്ത്രി അറിയിച്ചു. മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മേഖലയിലെ 85 ഹെക്ടർ പ്രദേശത്തുള്ളവർക്ക് പദ്ധതിയുടെ ഗുണം ലഭ്യമാകും. പമ്പ് ഹൗസ്, സെക്ഷൻ ബിറ്റ്, പൈപ്പ് ലൈൻ തുടങ്ങിയവ സ്ഥാപിച്ച് 40 HP മോട്ടോർ ഉപയോഗിച്ചാണ് ജലവിതരണം നടത്തുക. കവുങ്ങ്, തെങ്ങ്, ജാതി തുടങ്ങിയവ കൃഷി ചെയ്യുന്നവർക്കും പച്ചക്കറി കർഷകർക്കും കിണറുകളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നവർക്കും വേനൽക്കാലത്ത് പദ്ധതി ഏറെ ഉപകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ തോടിന്റെ ഭിത്തി തകർന്നു. കടവല്ലൂർ പാടശേഖരത്തിലെ തോട്ടിൽ വെളിയം ചീർപ്പ് തടയണയോട് ചേർന്ന് നിർമ്മിച്ച ഭിത്തിയാണ് പൂർണ്ണമായി തകർന്നത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. തോടിന്റെ വശങ്ങളിൽ ഭിത്തി ഉറപ്പിക്കാൻ പാകത്തിൽ അടിത്തറ നിർമ്മിക്കാതെ നിലവിലുള്ള ഭിത്തിയോട് ചേർത്താണ് 1 അടിയോളം വീതിയുള്ള കരിങ്കൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. തോടിന്റെ മറ്റ് ഭാഗങ്ങൾ വീതി കൂട്ടാൻ മണ്ണുമാന്തി ഉപയോഗിച്ചതോടെ വശങ്ങൾ ഇടിഞ്ഞ് കരിങ്കൽ ഭിത്തി തകർന്നു. അടിത്തറയുടെ ബലക്കുറവാണ് ഭിത്തി തകരാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. അപകട ഭീതി ഉയർത്തി പാവറട്ടി മേഖലയിലെ റോഡ്. ഒരു വശം മാത്രം ഉയരത്തിൽ ടാർ ചെയ്തതിനാൽ ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായി. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സ്കൂട്ടർ മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ചിരുന്നു. ഒരു വശം മാത്രം ടാർ ചെയ്തതിനാൽ റോഡ് 2 നിരപ്പിലാണ്. ഇതിനാൽ തന്നെ ഇവിടെ അപകടങ്ങൾ പതിവാണ്. കൂടുതലും ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. പൈപ്പിടാനായി കുഴിച്ച ഭാഗം വാട്ടർ അതോറിറ്റി ടാർ ചെയ്യുകയായിരുന്നു. എന്നാൽ മറുഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് റോഡ് 2 നിരപ്പിലാകാൻ കാരണം. തെക്കുംകര പഞ്ചായത്തിന്റെ വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിധീഷ്, SI MD രാജേഷ്, മുഖ്യ പരിശീലകനായ CR രാജൻ എന്നിവർ സംസാരിച്ചു. കരിമത്ര താമരക്കുളത്തിലാണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. ചാക്കിൽ കെട്ടി വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായ്ക്കുഞ്ഞുങ്ങൾക്ക് രക്ഷകരായി സഹോദരങ്ങൾ. ചേച്ചിയുടെയും അനിയന്റെയും കനിവിന്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് 4 നായ്ക്കുഞ്ഞുങ്ങൾ. അന്തിക്കാട് സ്വദേശികളായ കാട്ടുങ്ങൽ ജയരാജിന്റെയും നിഷയുടെയും മക്കളായ BIMS വിദ്യാർത്ഥിനി അഞ്ജനയും അന്തിക്കാട് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യനും ചേർന്നാണ് നാടിന് കനിവിന്റെ അപൂർവ മാതൃകയായത്. ഞായറാഴ്ച രാത്രിയിലാണ് അഞ്ജനയും അനുജൻ ആദിത്യനും കൂടി അന്തിക്കാട് അഞ്ചങ്ങാടി KK മേനോൻ ഷെഡ് ലിങ്ക് റോഡിന് സമീപത്തെ റോഡരികിൽ ചാക്കിൽ കെട്ടിപ്പൂട്ടിയ നിലയിൽ നായ്ക്കുട്ടികളെ കണ്ടത്. റോഡരികിൽ കിടക്കുന്ന ചാക്ക് അനങ്ങുന്നത് കണ്ടതോടെ ഇവർ വാഹനം നിർത്തി മൊബൈൽ ഫോണിന്റെ പ്രകാശത്തിൽ പരിശോധിച്ചപ്പോഴാണ് 4 നായക്കുട്ടികൾ ചാക്കിനുള്ളിൽ ശ്വാസം കിട്ടാതെ പിടയുകയാണെന്ന് മനസ്സിലായത്. ആദ്യം അവയുടെ ജീവൻ രക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ ചാക്കിന്റെ കെട്ടഴിച്ചു വിട്ട ശേഷം ഇരുവരും വീട്ടിലേക്ക് പോന്നു. പിന്നെ തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ഈ നായക്കുട്ടികൾക്ക് ബിസ്ക്കറ്റും പാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നൽകി. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിനരികിൽ പിഞ്ചു കുഞ്ഞുങ്ങളായ നായക്കുട്ടികളെ ഉപേക്ഷിക്കാൻ ഇവർക്ക് മനസ്സ് വന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ ആ നായ്ക്കുഞ്ഞുങ്ങളെ അതേ ചാക്കിൽ തന്നെയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു. ഇനി അവ തങ്ങളുടെ അരുമകളായി വളരുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് ഈ ചേച്ചിയും അനിയനും. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളി ബീച്ച് കുടുംബക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്നതിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. വാടാനപ്പള്ളി ബീച്ച് ആനവളവിൽ വടക്കൻ വേലുമുരുകൻ ആദിഗുരു മുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് വിരണ്ടോടിയത്. ആനയെ 20 മിനിറ്റിന് ശേഷം കുട്ടമുഖത്ത് വെച്ച് പാപ്പാന്മാർ ചേർന്ന് തളച്ചു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന്റെ ഭാഗമായി തേവർക്ക് ആറാട്ട് നൽകാനുള്ള സേതുകുളം ശുചീകരിച്ചു. തൃപ്രയാർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് സേതുകുളം ഉൾപ്പെടെയുള്ള കിഴക്കേ കരയിലെ ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കുന്നത്. രാജു അയ്യപ്പന്റെ നേതൃത്വത്തിൽ 20 തൊഴിലാളികൾ ചേർന്നാണ് സേതുകുളം ശുചീകരിക്കൽ നടത്തിയത്. കുളം വറ്റിച്ച് അരിക് മൂടി വൃത്തിയാക്കിയാണ് ആറാട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഈ മാസം 17-നാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് നടക്കുക. മകീര്യം പുറപ്പാട് ദിനത്തിലെ തേവരുടെ ആദ്യ ആറാട്ടും ആറാട്ടുപുഴ പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിനത്തിലെ സമാപന ആറാട്ടും നടക്കുന്നതും സേതുകുളത്തിലാണ്.
രമ്യ ഹരിദാസ് MP അനുവദിച്ച 16 ഹൈമാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്ത് നിഷേധിച്ചതിനെതിരെ UDF പ്രതിപക്ഷാംഗങ്ങൾ ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ദേശമംഗലം പഞ്ചായത്തിൽ രമ്യ ഹരിദാസ് MP അനുവദിച്ച 16 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സാങ്കേതിക കാരണങ്ങളും സ്ഥലത്തിന്റെ പ്രശ്നങ്ങളും പറഞ്ഞ് അനുവദിക്കാതെ ഒപ്പിട്ട് നൽകാതെയും പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. UDF അംഗങ്ങളായ PS ലക്ഷ്മണൻ, PI ഷാനവാസ്, ഇബ്രാഹിം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മാലിന്യ സംസ്കരണത്തിലെയും അനുബന്ധ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ 16 വാർഡുകളെ റവന്യൂ മന്ത്രി K. രാജൻ സ്വച്ഛ് വാർഡുകളായി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം സ്വച്ഛ് സ്ഥാപനങ്ങൾ, സ്വച്ഛ് കോളേജ്, സ്വച്ഛ് സ്കൂൾ എന്നിവയുടെ പ്രഖ്യാപനവും നടന്നു. 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഹരിതചട്ടം പാലിക്കാൻ ഗ്രീൻ വളണ്ടിയർമാരായി പ്രവർത്തിച്ച വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാർക്കും കോളേജുകൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷൻ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ് പാഷനൂജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MM. ഷഹീർ, ശൈലജ സുധൻ, AS. മനോജ്, ബിന്ദു അജിത് കുമാർ, A. സായിനാഥൻ, ക്ലീൻ സിറ്റി മാനേജർ KS. ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ഔട്ടർ റിംഗ് റോഡിൽ പന്തായിൽ അയ്യപ്പക്ഷേത്രത്തിന് തൊട്ടുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ വൃക്ഷങ്ങളും മാലിന്യങ്ങളും കത്തി നശിച്ചു. പറമ്പിനോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ വ്യാപകമായി നിക്ഷേപിച്ചിരുന്നത്. തീ ആളിക്കത്തിയതോടെ പുക ഉയർന്ന് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വഴിയാത്രക്കാർ ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് സൂചന. നിർദ്ദിഷ്ട പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ DPR KK രാമചന്ദ്രൻ MLA പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര എന്നിവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ 10 കോടി വകയിരുത്തി ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 2 നിലകളിലായി 2170 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ UP സ്കൂളിൽ ആരംഭിച്ച് കേരള മോഡൽ സ്കൂൾ പദ്ധതിയായി മാറിയ ജീവൻ ജീവന്റെ ജീവൻ 17ാം വർഷത്തിലേക്ക്. സ്കൂൾ അങ്കണത്തിലെ ഔഷധത്തോട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓമനിച്ചു വളർത്തിയ മണിക്കുട്ടിയാടിന്റെ 12ാം തലമുറയിലെ മിന്നൂട്ടിയാണ് മറ്റൊരു വിദ്യാർത്ഥിനിക്ക് സ്വന്തമായത്. നാട്ടിക MLA ആയിരിക്കെ TN പ്രതാപൻ MPയുടെ ആശയമായിരുന്നു ജീവൻ ജീവന്റെ ജീവൻ. സ്കൂൾ ബാഗിൽ കുട്ടികൾ കരുതിയിരുന്ന ഒരു പിടി പുല്ലും 10 പ്ലാവിലയുമായിരുന്നു മണിക്കുട്ടിയാടിനുള്ള ഭക്ഷണം. സ്കൂളിലെ ഔഷധത്തോട്ടത്തിലാണ് മണിക്കുട്ടിയെ താമസിപ്പിച്ച് വളർത്തിയത്. 2008 ആഗസ്റ്റ് 5-ന് അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പദ്ധതിയെ കേരള മോഡൽ പദ്ധതിയായി ഏറ്റെടുത്തു. ജീവൻ ജീവന്റെ ജീവൻ പദ്ധതിയുടെ 17ാം വർഷത്തിലെത്തുമ്പോൾ ഗോട്ട് ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ സ്നേഹിച്ചു വളർത്തിയ 56ാമത്തെ ആട്ടിൻകുട്ടിയെയാണ് കൈമാറാനായത്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും രക്ഷിതാക്കൾ നൽകിയ പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. AS ആദിൽ മുബാറക് ജീവന്റെ ജീവനായി വളർത്തിയ മിന്നുവിന്റെ മകൾ മിന്നൂട്ടിയെയാണ് ഈ വർഷത്തെ ഗോട്ട് ക്ലബ് അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 4ാം ക്ലാസ് വിദ്യാർത്ഥിനി PR ദേവനന്ദനയ്ക്കായി സമ്മാനിച്ചത്. സ്കൂൾ ഔഷധത്തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് രൂപം നൽകിയ TN പ്രതാപൻ MP ആട്ടിൻകുട്ടിയെ വിദ്യാർത്ഥിനിക്ക് കൈമാറി. TCV ന്യൂസ്, തൃപ്രയാർ. എഗ്മോറിൽ നടന്ന വെസ്റ്റേൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ കൊടകര തപോവനം അശ്വിനി ദേവ് തന്ത്രിയെ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സ്പിരിച്വൽ മേഖലയിൽ 6 രാജ്യങ്ങളിൽ നിന്നും നേടിയ വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്, നേപ്പാൾ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്തോനേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ നേടിയതിലും ആധ്യാത്മിക സാമൂഹിക മേഖലയിലെ സംഭാവനകളെ ആസ്പദമാക്കിയും സംസ്കൃത പ്രബന്ധാവതരണത്തിനെ വിലയിരുത്തിക്കൊണ്ടുമാണ് ഡോക്ടറേറ്റ് നൽകിയത്. നാമക്കൽ ജഡ്ജി വിദ്യായാൽ കുഖാൻ, DIG ദുരൈരാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മലൈച്ചാമി, ഇന്ത്യൻ ഫിലിം ആക്ടർ അരുൾ മണി, ഫിലിം ഡയറക്ടർ V. ശേഖർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അകാലത്തിൽ മരിച്ച പള്ളിപ്പറമ്പിൽ താഹയുടെ കുടുംബത്തിന് ഇനി അടച്ചുറപ്പോടെ അന്തിയുറങ്ങാം.
CPM ചാവക്കാട് വെസ്റ്റ് കമ്മിറ്റി പണികഴിപ്പിച്ച വീടിന്റെ താക്കോൽ കൈമാറി. താഹയുടെ വിധവയായ അനീഷയ്ക്കും മക്കൾക്കുമാണ് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിതീർത്ത ഭവനം കൈമാറിയത്. താക്കോൽദാനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, NK അക്ബർ MLA, മുൻ നഗരസഭാ ചെയർമാൻ MR രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഈ സംഗമം നിർവഹിക്കാൻ പോകുന്നത് സഖാവിനെ നിങ്ങൾക്കെല്ലാം. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷനായിരുന്നു. PS ഇക്ബാൽ, റഷീദ് ഏറത്ത്, PV വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ക്ഷേത്രം ശ്രീകോവിലിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ധനസമാഹരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി ദേവസ്വം ബോർഡ് അംഗങ്ങളായ മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത തുടങ്ങിയവർ സംസാരിച്ചു. അത് വാങ്ങി തന്ന ആൾ തന്നെയാണ് കേസ് കൊടുക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ അന്തം വിട്ട് നിൽക്കുക, എനിക്കൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നു 100 വർഷത്തെ ആധാരങ്ങളൊക്കെ എടുത്തു നോക്കി അവസാനം അയ്യന്തോൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ 1982-83 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തൃശൂരിൽ നടന്നു. ലിപ് ഇയർ ഫ്രണ്ട്സ് സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി KK ശിവദാസ് അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് സെബി വെളുത്തൂക്കാരൻ, ജനറൽ സെക്രട്ടറി AA ശ്രീകുമാർ, മിനി മോഹൻ, ഉഷ, വസുമതി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ വനിതാ ജിംനേഷ്യം സെന്ററിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ ഗുരുവായൂർ ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആനത്താവളത്തിൽ നവീകരിച്ച പാർക്കിംഗ് യാർഡിന്റെ സമർപ്പണവും കൃഷ്ണനാട്ടം ആട്ടപ്രകാരം 2ാം ഭാഗത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായിരുന്നു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR ഗോപിനാഥ്, മനോജ് B നായർ, വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ, KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യർക്ക് നന്മ ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ തിരിച്ചുവിടാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ സിബിൻ അമ്പാടി, മിനി അറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CB ജോൺസൺ, ഫിഷറീസ് പ്രൊമോട്ടർ PS ശ്രീശുഖൻ, ജനപ്രതിനിധികളായ K ദ്രൗപതി, TK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ വടക്കുമുറി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച 10ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി. മാനംകണ്ടത്ത് ആമിന, B വാത്തു എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മഹൽ ഖത്തീബ് KK സുലൈമാൻ ദാരിമി വീടിന്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 94ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പാത്രിയാർക്കീസ് പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലും സ്വീകരണം നൽകി. പരിശുദ്ധ ബാവയുടെ ഛായാചിത്രം വഹിച്ചുള്ള രഥത്തിൽ വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി ഹാരം അണിയിച്ചു. ജാഥ ക്യാപ്റ്റൻ ഫാദർ ബാബു ജോസഫ്, ഫാദർ ജിബിൻ ചാക്കോ, ഫാദർ CG മാത്യു, BV തങ്കച്ചൻ, ജെറിൻ വർഗീസ് എന്നിവരടങ്ങിയ സംഘത്തെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് ധൂപപ്രാർത്ഥന നടത്തി. സ്വീകരണത്തിന് KJ സോജൻ, രാജീവ് P ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും.
മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. റംസാൻ വ്രതാരംഭത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഒറ്റപ്പാലം കൂനത്തറയിൽ കേബിൾ TV ഓപ്പറേറ്ററെ വീടുകയറി ആക്രമിച്ചു. അർച്ചന കേബിൾ TV നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രകടനം നടത്തി. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് ലക്ഷങ്ങൾ കവർന്നു. L&T ഫൈനാൻസിലാണ് കവർച്ച. കൊടുങ്ങല്ലൂരിൽ വനിതാ ഹോട്ടലിലും മോഷണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.